വചനാധ്യാനത്തിനായി വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഈ സമയത്ത് വായിക്കാമല്ലോ. കല്ലറയുടെ വാതിൽക്കൽ നിന്നും നമുക്ക് വേണ്ടി ആർ കല്ലുരുട്ടിക്കളയുമെന്ന് തമ്മിൽ പറഞ്ഞു. അവർ നോക്കിയാറെ കല്ലുരുട്ടിക്കളഞ്ഞതായി കണ്ടു. അത് ഏറ്റവും വലുതായിരുന്നു. അവർ കല്ലറയ്ക്കകത്ത് കടന്നപ്പോൾ വെള്ള നിലയങ്കി ധരിച്ച ഒരു ബാല്യക്കാരൻ വലതുഭാഗത്ത് ഇരിക്കുന്നത് കണ്ട് ഭ്രമിച്ചു. അവൻ അവരോട്, ഭ്രമിക്കേണ്ട, ക്രൂശിക്കപ്പെട്ട നസ്രായനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ ഇവിടെ ഇല്ല. അവനെ വച്ച സ്ഥലം ഇതാ. നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുന്നു എന്ന് പറവിൻ. അവൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അവിടെ അവനെ കാണും എന്ന് പറവിൻ എന്ന് പറഞ്ഞു. അവർക്ക് വിറയലും ഭ്രമവും പിടിച്ചിട്ട് അവർ കല്ലറ വിട്ട് ഓടിപ്പോയി. അവർ ഭയപ്പെടുകയാൽ ആരോടും ഒന്നും പറഞ്ഞില്ല. ജീവിതത്തിൻ്റെ ഏറ്റവും കടുത്ത പ്രതിസന്ധി, ആശ പൂർണ്ണമായും അറ്റുപോയിരിക്കുന്നതായ സാഹചര്യങ്ങളിൽ നിന്നും വലിയൊരു കുതിച്ചുകയറ്റം. പ്രൈസ് ഗോഡ്. തിരുവചനം ആകമാനമായി നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ സന്ദേശമാണിത്. പ്രൈസ് ഗോഡ്. അനേകം ആളുകൾ ജീവിതത്തിൽ ദുരിതക്കയത്തിലൂടെ, സങ്കടക്കടലിലൂടെ എങ്ങനെയെങ്കിലും മറികട കടക്കുവാനായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഓർക്കണം, ഈ സന്ദേശം ഇന്നും മാനവരാശിക്ക് വേണ്ടി അന്തരീക്ഷത്തിൽ വളരെ ശക്തമായ സ്വാധീനം ചെലുത്തിക്കൊണ്ട് നിലനിൽക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ വളരെ പ്രാർത്ഥനാപൂർവമുള്ള ശ്രദ്ധ, ഇൻ്റലക്ച്വലായിട്ടുള്ള ഒരു വേയിലല്ല ഇന്നത്തെ മെസ്സേജ് പ്രാപിക്കാനും വിടുതൽ പ്രാപിക്കാനും ജയമെടുക്കുവാനും വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ കൂടെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം എന്നോട് സംസാരിക്കണം, ഞാൻ റെഡിയായിരിക്കുന്നു, ദൈവത്തിൻ്റെ വിടുതലിനെ പ്രാപിക്കാൻ ഞാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റോടുകൂടെ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കണം. അങ്ങനെ ഒന്ന് പറഞ്ഞേ, കർത്താവേ, നിൻ്റെ വിടുതലിനെ പ്രാപിക്കാൻ ഞാൻ തയ്യാറായിരിക്കുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ഈ രീതിയിലുള്ളതായ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്. സോ മെനി പീപ്പിൾ ആർ praying every day in every single prayer, Lord, fill me with your special power. Lord, fill me with your special strength. പക്ഷെങ്കിൽ still that people are not ready to receive that power. Hallelujah. ദൈവം വിചാരിക്കുന്ന, ദൈവം ആഗ്രഹിക്കുന്ന ശക്തി, ദൈവശക്തി നമ്മിലേക്ക് പകരപ്പെട്ടാൽ നാം അതിനെ റിസീവ് ചെയ്യാനും അത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുവാനും കഴിയുന്ന നിലയിലേക്ക് നാം എത്തിച്ചേരുമ്പോൾ മാത്രമേ ഈ പകർച്ച നടക്കുകയുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലവും ആ ഒരു ഒരുക്കത്തിൽ നിൽക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. ഇവിടെ നാം വായിച്ചതായ ദൈവവചന ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അതിശക്തമായ പ്രതിസന്ധി, ലോകം ഇന്നോളം കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ പ്രതിസന്ധി. ഹല്ലേലൂയ. നാം ഓർക്കണം, ഒരു ദൈവികമായ ഒരു വഴി തുറന്നു വരികയാണ്. അത് ദൈവത്തിൻ്റെ ഹൃദയത്തിലെ മനോഹരമായ പദ്ധതിയായിരുന്നു. മാനവരാശി മുഴുവൻ പാപത്തിനടിമപ്പെട്ട് തകർച്ചയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യതയുടെ സൗഭാഗ്യം ദൈവജനം മനുഷ്യർ അനുഭവിക്കേണ്ടതിന് ദൈവം ഒരുക്കിയതായ വഴികളെ അടയ്ക്കുന്ന വെല്ലുവിളികൾ,
ഹല്ലേലൂയ. അത് ചെറുതാണോ? കർത്താവിന് നേരെ വെല്ലുവിളികൾ പിശാചിന് ഉയർത്താമെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ഓർക്കുക ദൈവജനമേ, നമ്മളെ എത്ര നിസ്സാരമായിട്ട് പിശാചിന് കൈകാര്യം ചെയ്യാൻ കഴിയും. എന്നാൽ നമ്മെ തൊടാതിരിക്കാൻ, നമ്മിലേക്ക് അവൻ്റെ പദ്ധതികളൊന്നും നമ്മിൽ നിറവേറാതിരിക്കുവാൻ നമുക്ക് കഴിയും. അതിന്മേൽ ജയമെടുക്കുവാൻ നമുക്ക് കഴിയും. യഥാർത്ഥമായ ദൈവാശ്രയ ബോധത്തിലേക്ക്, സീരിയസ് ആയിട്ടുള്ള ആത്മിക ജീവിതത്തിലേക്ക് ഞാൻ നിങ്ങളും കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, അപ്പോൾ ദൈവത്തിൻ്റെ മനോഹരമായൊരു പദ്ധതി ലോകത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ അതിനെ തുടക്കത്തിൽ തന്നെ ഡിഫെൻഡ് ചെയ്ത് കളയുവാൻ, തകർത്ത് കളയുവാൻ, അതിനെ തടയുവാനുള്ള പദ്ധതി, അത് ഏദനിൽ തുടങ്ങിയത് അനുസ്യൂതമായിട്ട് എല്ലായ്പ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നതായ ഒരു വലിയ പ്രക്രിയയാണ്. നാം സജീവമായി ആത്മീകമായി ഇരിക്കുന്നതിനേക്കാൾ സജീവമായി സൈറ്റനിക് വേൾഡ് വളരെ ആക്റ്റീവായി, വളരെ വൈബ്രൻ്റായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോഴാണ് നമ്മുടെ സ്പിരിച്വാലിറ്റിയുടെ സീരിയസ്നെസ്സിനെ കുറിച്ച് നമുക്ക് ബോധ്യം വരുന്നത്. ശത്രുവിനെക്കുറിച്ചോ, ശത്രുതാവളങ്ങളെക്കുറിച്ചോ, ശത്രുവിൻ്റെ റിപ്പീറ്റഡ് ആയിട്ടുള്ള അറ്റംപ്റ്റുകളെക്കുറിച്ചോ ബോധമില്ലാതെ ജീവിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും ശത്രുവിനെ എതിരെ പ്രതിരോധ കോട്ട പടുത്തുയർത്താൻ അവർ കഴിയില്ല, പ്രതിരോധിക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. എന്നാൽ ദൈവവചനത്തിൽ വളരെ ഏറ്റവും മോഡേൺ എന്ന് വിശേഷിപ്പിക്കാവുന്ന, അതിനൊരു മോഡേണിറ്റി ഇല്ല, പക്ഷെങ്കിൽ അതെന്നും മോഡേൺ ആണ്. മറ്റുള്ള കാര്യങ്ങളെപ്പോലെ മാറി മാറി വരുന്നതായ സാഹചര്യങ്ങളൊന്നുമില്ല. ദൈവവചനം സ്ഥിരമാണ്. ഇറ്റ് ഈസ് അൺചേഞ്ചബിൾ. ആ വചനം എന്നും മോഡേൺ തന്നെയാണ്. കാരണം ഒരു വ്യക്തി അത് അനുഭവിക്കുമ്പോൾ, സ്വീകരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അത് വലിയ ദൈവിക അനുഭവമായി മാറുകയാണ്. അതൊരു പുതുമയുള്ളതാണ്. കർത്താവിൻ്റെ വചനവും പുതുമയുള്ളതാണ്, കർത്താവിൻ്റെ വിസിറ്റേഷനും പുതുമയുള്ളതാണ്. പുതുമയോടാണ് അവൻ ഇറങ്ങി വരുന്നത്. വേദപുസ്തകത്തിലെ ഓരോ സിംഗിൾ ഇൻസിഡൻറ്റും പഠിക്കുമ്പോൾ ഓരോ സെയിൻറ്റിൻ്റെയും ഓരോ മക്കളുടെയും അടുക്കൽ ദൈവം വന്നിട്ടുള്ളത് ഒന്നിനൊന്ന് സിമിലാരിറ്റി നമുക്ക് പറയാൻ കഴിയാത്ത നിലയിലാണ്, പുതുമയോടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തിൽ നിന്ന് പുതുമയേറിയ പ്രവർത്തികളെ പ്രതീക്ഷിക്കാൻ കഴിയും. ഇതുവരെ ആർക്കും ചെയ്തിട്ടില്ലാത്തതും കണ്ടിട്ടില്ലാത്തതും. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, പൗലോസിന് കിട്ടിയ ഒരു വെളിപ്പാടുണ്ട്. എന്തായിരുന്നു? റോമൻസ് 6 കൊരിന്ത്യൻ 6 പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഹല്ലേലൂയ ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുന്ന ദിവസമാണ്. ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ചില വിടുതലിനെ പ്രാപിക്കാനായിട്ട് നാം ഒരുങ്ങുക. ആവർത്തിച്ച് പറയട്ടെ, അവരുടെ കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല ലോകത്തിൽ ഏത് കാര്യവും നടക്കുന്നത് എന്ന് ആദ്യം ഒരു ചിന്ത രൂപപ്പെടും, അല്ലേ? ഏത് കാര്യങ്ങളുടെയും, ഏത് മാനുഫാക്ചറിങ്ങിൻ്റെയും, ഏത് പ്രൊഡക്ഷൻ്റെയും, ഏത് ഓർഗനൈസേഷൻ്റെയും സംവിധാനങ്ങൾ ആരംഭിക്കുന്നത് എവിടെ നിന്നെങ്കിലും ഒരു ചെറിയ ചിന്തയിലൂടെയാണ്. അത് ഹൃദയത്തിൽ വന്ന് നിറയുന്നു. പിന്നത്തേതിൽ അത് ദൈവപ്രവൃത്തിയായി വരുന്നു. എന്നാൽ ഓർക്കുക, ദൈവ പൈതലിന് വേണ്ടി ദൈവം ചെയ്യുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇന്നോളം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഒരിക്കലും തോന്നിയിട്ടില്ലാത്തതാണ്. ഈ പകൽ ദൈവസഭ എന്നോടൊപ്പം ദൈവവചനത്തോടൊപ്പം കയറി വരട്ടെ. ദൈവ പൈതലെ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവത്തിൻ്റെ കരങ്ങളിലുള്ളത് ലോകത്തിലൊരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഇന്നുവരെയും തോന്നിയിട്ടില്ലാത്തതാണ്. ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിലോ ചിന്തകളിലോ വരാത്ത ഒരു പ്രവൃത്തി, ഒരു പുതുമയേറിയ പ്രവൃത്തി, ഒരു വിശേഷമേറിയ പ്രവൃത്തി ദൈവ പൈതലേ നിന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ അവൻ ഒരുക്കമാണ്. റബൽ ഖമാന വക്ഷസ്യാല വറധുനാസിയാന. ഹല്ലേലൂയ. ദൈവജനം പ്രാർത്ഥിച്ചാട്ട്, അന്യഭാഷയിൽ അല്പനേരം പ്രാർത്ഥിച്ചാട്ട്, ഹല്ലേലൂയ. വിശുദ്ധാരാധന തുടങ്ങുന്നതിന് മുൻപ് 5 മിനിറ്റ് മുൻപ് ആലയത്തിൽ വന്നാൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയും. ആരാധനയുടെ മധ്യത്തിലും ആരാധനയുടെ പല പാർട്ടിലായിട്ട് നാം ഈ ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, എങ്ങനെ ഈ വ്യക്തികൾക്ക് കോൺസെൻട്രേഷൻ കിട്ടും, എങ്ങനെ ആത്മാവുമായുള്ള ബന്ധത്തിൽ ദൈവത്തെ ആരാധിക്കാൻ കഴിയുമെന്ന്. ഒരു നിമിഷം ദൈവത്തെ ആരാധിച്ച
ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുടെയൊക്കെ ശ്രദ്ധകൾ വിട്ട് ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചാട്ടെ. You losing your valuable time. You are losing a valuable encounter with the power of the Holy Spirit. Come on, Rabalaba Shamdaladara, Kalaba Shamdala. You are wasting your time if we are not worshiping, if we are not filling with the mighty anointing of the Holy Spirit. You are losing and wasting your time. Hallelujah. Kuma Thelaraba, Parauda Vaidalaba, Yeshuvin Namatula, Ipagala, Deva Sabhayuda Mela, Pudumaya, Deva Pravarthi, Velipadate, Jura Laba, Siana, Sekanadia. Oh, hallelujah. Glory be to God. Glory be to God. You must not lose your valuable time. Hallelujah. You have to receive something. You have to practice something new spiritually. Hallelujah. Glory be to God. ഓരോ വിശുദ്ധാരാധനയും കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പുതുമയേറിയ തീരുമാനമുണ്ടാകണം, എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസമുണ്ടാകണം. ഇന്നലത്തെക്കാൾ, മെനഞ്ഞാന്നത്തേക്കാൾ, കഴിഞ്ഞ മാസത്തേക്കാൾ, കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു ചേഞ്ച് ഉണ്ടാകണം. ദൈവജന സഭായോഗത്തിൽ നിറങ്ങി പോകുമ്പോൾ അത്തരത്തിലുള്ള ഒരു മൈറ്റി ഇമ്പാർട്ടേഷൻ പകരാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. ജോരബല സൈതമന ഹസ്കല. Glory be to God. Hallelujah. ഇവിടെ നാം ഒരു ക്യാപ്ഷനായി പറഞ്ഞു, സോറോസ് ടെൻസ് ടു ഗ്രേറ്റർ ജോയ്. സങ്കടക്കടലിനെയാണ് ദൈവാത്മാവ് എന്നെ കാണിച്ചത്. അതിൽ നിന്നുകൊണ്ട് ദൈവാത്മാവിൻ്റെ പൂർണ്ണമായ ഗൈഡൻസിനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് ഈ വചനത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ദൈവപ്രവർത്തിയുടെ ദിവസമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഡോണ്ട് എക്സ്പെക്ട് any ideological or philosophical thoughts from me today. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുക. പലപ്പോഴും ഞാൻ എന്തെങ്കിലുമൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ മനസ്സിലാകാനും എഡ്യൂക്കേറ്റഡ് കമ്മ്യൂണിറ്റിയെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കേണ്ട ചില ഇൻഫോർമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാറുണ്ട്. എന്നാൽ ചില ദിവസങ്ങളിൽ ദൈവാത്മാവ് അതെല്ലാം മാറ്റിവെക്കാൻ പറയും, ശുശ്രൂഷിക്കാൻ എഴുന്നേറ്റ് നിൽക്കാൻ പറയും, ജനത്തിന് വേണ്ടി നിൽക്കാൻ പറയും. ഹല്ലേലൂയ. ഇന്ന് അങ്ങനെ ഒരു പകലാണ്. സങ്കടക്കടലിനെ ഹല്ലേലൂയ സന്തോഷക്കടലാക്കി മാറ്റാൻ കഴിയുന്ന സർവശക്തന്റെ പാദപീഠത്തിലാണ് ദൈവ പൈതലെ നീ വന്നിരിക്കുന്നത്. നീ ഇവിടെ ആരെ കാണാൻ വന്നതല്ല, മനുഷ്യനെ കാണാൻ വന്നതല്ല. പിന്നെയോ നിന്റെ ജീവിതത്തിൽ ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത, ആർക്കും വെട്ടിത്തുറന്ന് ഒരു വഴി തുറന്നു തരുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിനക്ക് വേണ്ടി ശ്രേഷ്ഠതയേറിയ ഒരു വഴി തുറക്കാൻ കഴിയുന്ന ദൈവം. ആവർത്തിച്ച് പറയട്ടെ, വഴി തുറക്കാൻ കഴിയുന്ന ദൈവം. ആർക്കും തുറക്കാൻ കഴിയാത്ത വഴി, ആർക്കും തുറക്കാൻ കഴിയാത്ത കഴി. ഇന്ന് പറ ഹല്ലേലൂയ. ശത്രുമണ്ഡലങ്ങൾ അത് കേൾക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ തുടക്കമാകട്ടെ. ആർക്കും തുടക്കാൻ കഴിയാത്ത വഴി എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യാൻ, എൻ്റെ ഭവനത്തിനു വേണ്ടി ചെയ്യുവാൻ, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ചെയ്യുവാൻ ദൈവത്തിൻ്റെ ആത്മാവിന് കഴിയും. ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് പ്രാപിച്ചുകൊണ്ടേ പോകൂ എന്ന് ദൈവജനം പറഞ്ഞും പ്രാർത്ഥിച്ചും തുടങ്ങിയാട്ടെ. ഇന്ന് സൈലന്റ് ആയിട്ടിരിക്കാനുള്ള ദിവസമല്ല. ഇന്ന് അതരം തുറന്ന് ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിക്കാൻ, ദൈവകൃപ പ്രാപിക്കാൻ ഉള്ള ദിവസമാണ്. ആരാധിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. Now this is the time to receive something new from the heavenly places. Hallelujah. Hallelujah. സ്വർഗസ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് വേണ്ടി അയച്ചു തരുന്ന പ്രത്യേകമായ ചില പ്രവൃത്തികളെ പ്രാപിക്കുന്ന പകല് ദൈവവൈദ്യലെ നിന്റെ മുൻപിൽ അസാധ്യമെന്ന് പറഞ്ഞ് നിനക്ക് തോന്നിച്ച ഹല്ലേലൂയ നിനക്ക് പ്രാർത്ഥിക്കാൻ പോലും കഴിയാതെ, ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഇരിക്കാൻ പോലും കഴിയാതെ, എല്ലാത്തിനോടും വിരക്തി തോന്നുന്ന നിലയിൽ നിന്റെ മനസ്സിനെ ഡിസ്കറേജ് ആക്കുന്ന, ഡിസപ്പോയിന്റ് ആക്കി നിർത്തിയിരിക്കുന്ന എല്ലാ തലങ്ങളെയും ഇന്ന് പകല് അതിന്റെ മണ്ഡലങ്ങൾ തകർന്നുടയുവാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുക. അതിപ്പോൾ നടക്കും, അതിപ്പോൾ സംഭവിക്കും.
യേശുവിൻ നാമത്തിൽ ദൈവജനം ആത്മാവിൽ ആരാധിച്ചാട്ടെ. ഉദര പ്രൗഢാലകടകസ്യ. ഹല്ലേലൂയ. വാക്കുകൾ ദൈവാത്മാവ് നിങ്ങളുടെ നാവിൽ തരും. ഹല്ലേലൂയ. ദൈവ ശബ്ദം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ നാവിൽ തരും. ശക്തമായ ആലോചനകൾ ദൈവാത്മാവ് നിങ്ങൾക്ക് നൽകും. യേശുവിൻ നാമത്തിൽ ദൈവപ്രവൃത്തി നടക്കട്ടെ. ദൈവിക വിടുതലുകൾ പൂർണ്ണതയോടെ നടക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവിന്റെ ചലനങ്ങൾ ഇന്നു വരെ കയറിയിട്ടില്ലാത്ത ചില ഏരിയയിലേക്ക് ഇറങ്ങി ഉടരകലകടകസ്യ ചില വിടുതലിന്റെ തലങ്ങൾ രൂപപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ഇന്ന് വരെ തെളിയാത്ത ചില മേഖലകൾ, പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങൾ സ്പർശനമേൽക്കാതിരിക്കുന്ന ചില മേഖലകളിലേക്ക് ദൈവാത്മാവ് കയറി ഇടപെടാൻ താല്പര്യപ്പെടുന്നു. ഇവിടെ കോണ്ടസ്റ്റുകളായിട്ടുള്ള ഭാഗത്തെ ഒന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് പിന്നീട് തുടർന്നും ശുശ്രൂഷയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, നമ്മുടെ കർത്താവിനെ വളരെ ക്രൂരമായി ഉപദ്രവിച്ച് കാൽവറി ക്രൂശിൽ അവനെ കയറ്റി കടുത്ത വേദന ഇതെല്ലാം ചെയ്യുമ്പോൾ ശത്രുമണ്ഡലങ്ങൾ വിചാരിക്കുന്നത് എന്താണ്? ശ്രദ്ധിക്കണേ എല്ലാവരും. ഒത്തിരി ലെങ്തി ആയിട്ടുള്ള മെസ്സേജ് അല്ല, വളരെ ശ്രദ്ധിക്കുക, പ്രാപിക്കുക. ദൈവാത്മാവിനെ കാണിച്ചത് പലരും പല വിലപ്പെട്ടത് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആരാധനയിലുണ്ട്, പ്രാർത്ഥനയിലുണ്ട്, എല്ലാറ്റിലുമുണ്ട്. വിലപ്പെട്ടതിനെ അന്യപ്പെടുത്തുന്നു. സംഭവിക്കരുതത്. ഹല്ലേലൂയ. ഗൗരവമായി കാണുക. ദൈവാത്മാവിൻ്റെ ഇടപെടലിനെ ഏറ്റെടുക്കുക. ഓഷമധര ഖമന്ധര അക്ഷനാദീയ രഹസ്യ. എന്നാൽ ഒരു ശത്രുമണ്ഡലം വിചാരിച്ചത് എന്താണ്? അവിടെ കൊണ്ടെല്ലാം തീർന്നെന്ന്, എൻ്റെ ആണെന്ന്, അതുകൊണ്ട് എൻ്റെ ആണെന്നാണ് വിചാരിച്ചേ. അതുപോലെ ജീവിത സാഹചര്യങ്ങളിൽ നിൽക്കുന്നവരും ഇന്ന് ഈ ആലയത്തിനകത്തുണ്ട്. എൻ്റെ ആണെന്ന് ചിന്തിക്കുന്ന അനുഭവങ്ങൾ. ഇവിടെ ശത്രു എല്ലാ പഴുതുകളും അടച്ചു. അതിനൊക്കെ ഒത്തിരി സമാനമായ തെളിവുകൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിനെ അടക്കം ചെയ്ത് കൊന്നുകളഞ്ഞപ്പോൾ തീരുന്നല്ല. സാധാരണ ഡെഡ് ബോഡിയെ പിന്നെ ആരും കെയർ ചെയ്യാറില്ല, ആർക്കും വേണ്ട. ചത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു വിലയുമില്ല. ഇന്നും ലോകത്തിൽ ഒരു വിലയുമില്ല. എന്നാൽ യേശുവിൻ്റെ ജീവൻ പോയപ്പോഴും അതിനെ കാവൽ നിർത്തി അവൻ ഒരിക്കലും അതപ്പോൾ എത്ര അഡ്വാൻസാണ് സൈറ്റനിക് വേൾഡ് എന്ന് നമ്മൾ ചിന്തിക്കണം. അത് ചിന്തിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എത്ര അഡ്വാൻസ്ഡാണ്. ഇവൻ്റെ ആൾക്കാർ പറയും വേണമെങ്കിൽ ഇവൻ ഇനി ഉയർത്തെഴുന്നേറ്റെന്ന്, ഇവനെ വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് ഇവൻ ഉയർത്തെഴുന്നേറ്റെന്ന് പറയും എന്ന് അവർ മനസ്സിലാക്കുക. അപ്പം ചിന്തിക്കുക, കർത്താവിൻ്റെ കാര്യം അങ്ങനെ ആണെങ്കിൽ നമ്മളോടുള്ള വാഗ്ദത്തങ്ങളുടെയൊക്കെ നിവർത്തീകരണത്തിൻ്റെ ചില പാതകളിൽ നാം ആ പാതകളിൽ തന്നെ ആയിരിക്കുമ്പോൾ തന്നെ അതിനെ അന്യപ്പെടുത്താൻ ശ്രമിക്കുന്ന പോരുകളുണ്ട്, പോരാട്ടങ്ങളുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ സംഭവിക്കുന്നത് ജീസസ് നെവർ ഫെയിൽസ്. അതാണ് വ്യത്യാസം. യേശു ബാക്കി എന്തിനോടെന്ത് കാണിച്ചാലും എല്ലാം മോർട്ടലാണ്, മർത്യമായതാണ്, താൽക്കാലികമായി മൊമെന്ററി ആയിട്ടുള്ളതാണ്. എന്നാൽ യേശുവിനോടുള്ള എല്ലാ ഇടപാടുകളും, യേശു കർത്താവുമായിട്ടുള്ള എല്ലാ ഡീലിങ്ങും അത് ഡിഫറൻ്റാണ്. അതുകൊണ്ടാണ് ആത്മികരായ ദൈവമക്കൾ ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചും ആത്മാവിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചും മുന്നേറുമ്പോൾ അവിടെ വിശേഷമായ ദൈവപ്രവൃത്തികൾ നടക്കുന്നത്. ഹല്ലേലൂയ. കാരണം ജീസസുമായിട്ടുള്ള ഡീലിംഗ് ഡിഫറൻ്റ് ആണ്. ആ ടേം നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. അത് ബാക്കി എല്ലാ കൂടിക്കാഴ്ചകളും എല്ലാ സംസാരങ്ങളും എല്ലാ വിധമായ ഇടപാടുകളും വലിയ ഉദ്ദേശിക്കുന്ന ഫലം നമുക്ക് ലഭിക്കത്തില്ല. എന്നാൽ കർത്താവുമായിട്ടുള്ള ഇടപാടുകൾ വലിയ റിസൾട്ടിലേക്ക് നയിക്കും. ഇറ്റ് ഈസ് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ളതാണ്. കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നു, അതവിടെ ഇരിക്കട്ടെ. എന്നാൽ ഇവിടുത്തെ
പ്രധാനമായിട്ട് പ്രതിപാദിക്കാനുള്ളതും അത് വെച്ച് പ്രാർത്ഥിക്കാനാണ് ദൈവാത്മാവ് ഗൈഡ് ചെയ്തിരിക്കുന്നത്. കർത്താവിൻ്റെ പിന്നാലെ നടന്ന കുറച്ച് ആളുകളുണ്ട്. അവർ കർത്താവിൻ്റെ പിന്നാലെ പുറപ്പെടാൻ തുടങ്ങിയ സമയം മുതൽ അവർക്ക് സൊസൈറ്റൽ റിലേഷൻഷിപ്പ് എല്ലാം ഡിസ്കണക്റ്റ് ആയി കഴിഞ്ഞു. സാമൂഹികമായ എല്ലാ ബന്ധങ്ങളും അവസാനിച്ചു. പബ്ലിക്കിൽ അവർക്ക് യാതൊരു സ്പേസുമില്ലാത്ത ഒരു കാലഘട്ടം. എന്നാൽ ഓർക്കുക, ദൈവത്തിൽ ആശ്രയിക്കുകയും അവനെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ വചനത്തിൽ നിന്നുകൊണ്ട് അവനെ സ്നേഹിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നവരുടെ വിക്ടറി ഏത് വിധത്തിലാണ് കയറി വരുന്നതെന്ന് നാം ഇവിടെ ശരിക്കും ടേസ്റ്റ് ചെയ്യുകയാണ് ഈ വചനത്തിൽ. ഹല്ലേലൂയ. കല്ലറ അടച്ചിരിക്കുകയാണ്, കാവൽക്കാരവിടെ നിൽക്കുകയാണ്. ഇതൊക്കെ നമ്മൾ ധാരാളം ചിന്തിച്ചിട്ടുള്ളതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ദൈവാത്മാവ് നമ്മെ ചില വിടുതലിലേക്ക് നയിക്കാൻ ഓർമ്മിപ്പിച്ചുണർത്തുകയാണ് ഈ ഭാഗങ്ങൾ. കാവൽക്കാർ ആ റോമൻ എംപയറിൽ ഉണ്ടാക്കിയിരിക്കുന്ന അവരുടെ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ടുള്ള സ്പെഷ്യൽ കമാൻഡോസ്, അവരിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള നമ്മുടെ SPGയെ പോലെയൊക്കെയുള്ള അതിൽ തന്നെ സെലക്റ്റീവായിട്ടുള്ള ആളുകളെ കൊണ്ടുവന്ന് ഇവിടെ കാവൽ നിർത്തിയിരിക്കുകയാണ്. റോമൻ മുദ്ര ആ അടച്ച കല്ലിന്മേൽ അവർ പതിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, അവിടെ എന്തെങ്കിലും മാനുഷികമായിട്ട് എന്തെങ്കിലും നടക്കുമോ? ഒന്നും നടക്കത്തില്ല. മാനുഷികമായിട്ട് നമ്മുടെ കാര്യത്തിലും ഒന്നും നടക്കത്തില്ല. പക്ഷെ കർത്താവ് ആ വിഷയത്തിൽ ഇടപെട്ടാൽ അത് നടക്കും. കർത്താവ് ആ വിഷയത്തിൽ കയറി തൊട്ടാൽ സാഹചര്യങ്ങൾ വഴിമാറും. കർത്താവ് അതിനകത്ത് കരം നീട്ടിയാൽ സിനാരിയോ വിൽ ചേഞ്ച്. ഹല്ലേലൂയ. ഇന്ന് പകൽ അതിനാണ് നാം പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. അവർ കർത്താവിനെ അങ്ങനെ അടച്ചിരിക്കണം. മൃതശരീരം ഒരു മുറിക്കകത്ത് കുറേ സഹോദരിമാർ, ശിഷ്യന്മാരുടെ കാര്യം ഞാനിവിടെ പറയുന്നില്ല. ശിഷ്യന്മാർ ഭയവിഹുലരാണ്. അവരെല്ലാവരും പേടിച്ച് അവർക്ക് ഗവൺമെൻറ്റിനെ പേടി, പട്ടാളക്കാരെ പേടി, സമൂഹത്തെ പേടി. അവർ വാതിലടച്ചിരിക്കുന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, സാഹചര്യം അതാണ്. എന്നാൽ ചില സഹോദരിമാർ ഉറക്കമില്ലാതെ കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ഉറക്കമില്ലാതെ കാത്തിരിക്കുകയാണ്. വലിയ വേദന അവർക്കുണ്ട്. നിങ്ങൾ ആ സാഹചര്യത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. വലിയ പെയിൻ അവർ അനുഭവിക്കുകയാണ്. അവരുടെ പെയിൻ എന്ന് പറയുന്നത് വല്ലാത്ത പെയിനാണ്. കാരണം തങ്ങളെ സ്നേഹിക്കുകയും കൂടെ കൊണ്ട് നടക്കുകയും തങ്ങളെ രക്ഷിക്കുകയും ചെയ്ത അങ്ങനെയുള്ളവർ അതിനകത്തുണ്ട്. മറിയയുടെയൊക്കെ ചരിത്രം നമുക്കറിയാം. ആർക്കും വേണ്ടാത്ത വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫാമിലി എന്നുള്ള മറിയ ഭൂതോപദ്രവം വന്ന് 7 ഭൂതങ്ങളാൽ ബാധിച്ച് എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്ത് വീട്ടുകാർക്കും നാട്ടുകാർക്കും വേണ്ടാത്തവളായി അവർ മാറിയപ്പോൾ യേശുവുമായിട്ടുള്ള ഒറ്റ കൂടിക്കാഴ്ച സാഹചര്യത്തെ മുഴുവൻ മാറ്റിമറിച്ച് ആ സാഹചര്യം പൂർണ്ണമായും മാറി. അവളൊരു വിശേഷപ്പെട്ട വ്യക്തിത്വത്തിൻ്റെ ഉടമയായി മാറി. ഹല്ലേലൂയ. ഇതാണ് യേശുവുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ചയുടെയും ഡീലിങ്ങിൻ്റെയും പ്രത്യേകത. അവൾ യേശുവിനെ അനുഗമിച്ചുകൊണ്ടിരുന്നു. യേശു പോയ പാതകളിലെല്ലാം ക്രൂശിൽ മേലവനെ കയറ്റുമ്പോഴും അടുത്തങ്ങ് നിൽക്കാൻ ആരും അവൻ്റെ ശിഷ്യന്മാർ ധൈര്യപ്പെടാതിരിക്കുമ്പോൾ ക്രൂശിൻ്റെ ചുവട്ടിൽ ചെന്ന് നിൽക്കാൻ അവർക്ക് മടിയുണ്ടായില്ല. കാരണം എന്താണ്? ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ച ദൈവ പൈതലിന് ഹല്ലേലൂയ കർത്താവിനോടുണ്ടാകുന്ന സ്നേഹത്തിൻ്റെ ആഴത്തെയാണ് അവിടെ കാണിക്കുന്നത്. ഇന്ന് പകൽക്കാലം ആ സ്നേഹത്തിൻ്റെ തലം കൂടെ ഒന്ന് ഉയർന്നു വരട്ടെ. നമുക്ക് വേണ്ടി അവൻ ചെയ്ത പ്രവൃത്തികളെല്ലാം ഒന്ന് ഓർത്തുകൊണ്ട് തന്നെ നമുക്ക് മുൻപോട്ട് പോകാം. ഹല്ലേലൂയ. അങ്ങനെ നിന്നു. കല്ലറയിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കാനാണ്. അങ്ങനെയാണ് അവർക്ക് കിട്ടിയതായ ഷെൽട്ടറുകളിൽ അവർ പോയത്. വാതിലടച്ചിരിക്കുകയാണ്. പുറത്തിറങ്ങാനുള്ള കർശന ഇറങ്ങരുതെന്നുള്ള നിയമങ്ങളും നിബന്ധനകളും അവിടെ ലോക്കലി ഉണ്ട്. എന്നാൽ അവരാ പ്രതിബന്ധങ്ങളുടെ നടുവിൽ ആ സ്ഥിതികളെ ഒന്നുമല്ല അതൊന്നുമല്ല അവരെ അലട്ടിയത്.
പലപ്പോഴും നമ്മളെയൊക്കെ അലട്ടുന്ന പല കാര്യങ്ങളും കർത്താവ് റിയലി ആഗ്രഹിക്കുന്നുണ്ട് ഇതൊന്നും നമ്മളെ അലട്ടരുതെന്നും തുടരുതെന്നും. ഹല്ലേലൂയ. നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? കർത്താവുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് എത്ര സ്ട്രോങ് ആണ്, അവനോടുള്ള അഫെക്ഷൻ നമ്മളിൽ എത്രമാത്രമുണ്ട്, അവനെ ഫോളോ ചെയ്യുന്നതിൽ എത്രമാത്രം നാം ജാഗരൂകരാണ് എന്നുള്ളത് ആണ് നാം എപ്പോഴും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യേണ്ട ചിന്ത. ഹല്ലേലൂയ. അതിൽ നിന്നുകൊണ്ടാണ് യേശു ഒക്കെ പറഞ്ഞത് മുമ്പേ രാജ്യവും നീതിയും അന്വേഷിക്കാനും അതോടുകൂടി ഇതെല്ലാം കിട്ടിയത്. അത് വളരെ കൃത്യമായി നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് വളരെ ഫിറ്റിംഗ് എക്സാമ്പിളാണ്, നമുക്കിതിൽ നിന്ന് പഠിക്കാനുണ്ട്. അവരെ അലട്ടുന്നത് യേശുവിനെക്കുറിച്ചുള്ള കാര്യമാണ്. ഹല്ലേലൂയ. അവർ യേശുവിനെ കാണാൻ പോകുകയാണ്. യേശുവിനെ കാണാൻ പോകുമ്പോൾ വിലക്കുകളുണ്ട്. ആ ചിന്തകൾ നിങ്ങൾക്കറിയാവുന്നതാണ്. ഒരുപാട് തടസ്സങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ഭയക്കേണ്ടതുണ്ട്. അവരോട് ആരും പറയുന്നില്ല കയ്യെ പിടിച്ച് കൊണ്ടുപോകുന്നില്ല, വാ യേശുവിൻ്റെ അടുക്കൽ പോ, വില കൂടിയ സുഗന്ധദ്രവ്യവുമായിട്ട് പോ എന്നൊന്നും ആരും പറഞ്ഞില്ല. പറയാനുണ്ടോ? ആരുമില്ല. പക്ഷേ കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹം ഈ തലത്തിൽ വെളിപ്പെടണം. ആരുടെ നിർബന്ധം കൊണ്ടും ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടും പുൾപിറ്റിൽ നിന്ന് 15 പ്രാവശ്യം ഇൻസിസ്റ്റ് ചെയ്ത് പറയുമ്പോഴും ഉണ്ടാകുന്ന ആത്മിക ഉത്തേജനമല്ല, സ്വയമായി ഹൃദയത്തിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നതായ കർത്താവിനോടുള്ളതായ സ്നേഹവും വാഞ്ചയും ആരാധിക്കുവാനും ദൈവത്തിനു വേണ്ടി കൊടുക്കുവാനും ദൈവത്തിനു വേണ്ടി നിൽക്കുവാനും ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനും ഒക്കെ ഉണ്ടാകുന്ന ഒരു ശുഷ്കാന്തി ഉണ്ട്. അതിലൂടെയാണ് വിശേഷപ്പെട്ട നിയോഗത്തിലേക്ക് ഒരു ദൈവപൈതൽ പ്രവേശിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഓർക്കുക, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ വിശേഷപ്പെട്ട നിയോഗത്തിലേക്ക് കടക്കുവാൻ കഴിയും. വളരെ അന്നത്തെ സാഹചര്യത്തിൽ വളരെ അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളാണ് ഇതാ വലിയ നിയോഗങ്ങളെ പ്രാപിക്കുന്നത്. ഹല്ലേലൂയ. ഓർക്കണം, ഇവിടെ നമ്മുടെ തടിയോ മിടുക്കോ ഇൻ്റലക്ച്വൽ പവറോ നമ്മുടെ മറ്റ് സറൗണ്ടിങ്സ് ഒന്നും ദൈവത്തിന് വിഷയമല്ല. ശുഷ്കാന്തിയോടുകൂടെ, എരിവോടുകൂടെ, ആത്മാർത്ഥതയോടുകൂടെ കർത്താവിന് വേണ്ടി നിൽക്കാൻ ഒരു വ്യക്തി തയ്യാറാകുമെങ്കിൽ അവരിലേക്ക് അവൻ പകരും. അതൊരു മിസ്റ്ററിയും കൂടിയാണ്. അത് വലിയ മിസ്റ്ററിയാണ്. ഇൻഡിവിജ്വലായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന കർത്താവിനോടുള്ള വാഞ്ചയും സ്നേഹവും, അതിൽ നിന്നാണ് ദൈവത്തിൻ്റെ പ്രത്യേക സെലക്ഷൻ നമ്മളുണ്ടാകുന്നത്. ഹല്ലേലൂയ. അതോരോ ക്യാരക്ടറിനെയും എടുത്ത് നിങ്ങൾ പഠിച്ചാൽ മനസ്സിലാകും. മറ്റൊരാൾ ചെയ്യുന്നത് കണ്ടു പോകുന്നവർ അവർ ചെയ്ത് അവസാനിക്കും. പക്ഷെ ദൈവത്തെ കണ്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നവരുടെ സ്ഥിതികൾക്ക് വലിയ വ്യത്യാസമുണ്ടാകും. അവരെ ലോകം വിശേഷമായി തിരിച്ചറിയും. ദേ ആർ സംതിങ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ ഗണത്തിൽപ്പെടുത്താൻ ദൈവം നമ്മളെ കാണുന്നു. ആ ഗണത്തിൽ കൊണ്ടുവരാനായിട്ട് ദൈവം നമ്മെ ആഗ്രഹിക്കുന്നു. അവർ കൊണ്ടുപോയി ഫ്രാഗ്രൻസുമായിട്ടെല്ലാം അവർ പോയി. ഹല്ലേലൂയ. സ്തോത്രം. അവർക്ക് തടസ്സങ്ങളുണ്ട്, അവർക്ക് പ്രയാസങ്ങളുണ്ട്. ജീവൻ വേണമെങ്കിൽ അപ്പോൾ കർത്താവിനെ കൊന്നവർ സാധാരണ മനുഷ്യരെ സ്പെയർ ചെയ്യും. അവർക്ക് പേടിയുണ്ടോ? ഹല്ലേലൂയ. എന്നാൽ അവർ ജീവനെ പേടിച്ചില്ല. അവർ അന്നത്തെ ഇരുട്ടിനെ പേടിച്ചില്ല. അതിരാവിലെയുള്ള തണുപ്പ് അവർക്ക് വിഷയമല്ലായിരുന്നു. പ്രമാണികൾ കാരാഗൃഹത്തിൻ്റെ കാവൽ നിൽക്കുന്നതായ, അതുപോലെയുള്ളതായ കല്ലറയുടെ മുൻപിൽ നിൽക്കുന്നതായ പട്ടാളക്കാരെ അവർ ഭയന്നില്ല. അവരുടെയൊക്കെ ആ കാലത്ത് നിൽക്കുന്ന ലോക്കൽ നിയമങ്ങൾ വെച്ച പരീശന്മാരെയോ ശാസ്ത്രിമാരെയോ മത നേതാക്കന്മാരെയോ ലോക നേതാക്കന്മാരെയോ രാഷ്ട്ര നേതാക്കന്മാരെയോ പട്ടാളക്കാരെയോ ഒന്നും ഇവർക്ക് ഭയമില്ലായിരുന്നു. അവരുടെ ഉള്ളിൽ യേശു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഹല്ലേലൂയ. അതുകൊണ്ടുള്ള ഗുണം ഏറ്റവും വലിയ ഉയർപ്പിൻ്റെ സന്ദേശത്തിൻ്റെ വാഹകരാകാൻ ദൈവം അവരെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. നാം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇതിനകത്തെ ചില വിടുതലുകൾ കർത്താവ് വ്യക്തമായി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു.
കർത്താവിനോടുള്ള സ്നേഹത്തിൽ ജീവിക്കുവാൻ, ആഴത്തിൽ സമർപ്പിക്കപ്പെട്ടവരായി ജീവിക്കാൻ നിങ്ങൾ സ്വയം സമർപ്പിക്കുക. ആ ഇരിപ്പിൽ തന്നെ ഇരുന്നു കൊണ്ട് സ്വയം സമർപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഞാൻ കർത്താവിൻ്റെ പ്രോപ്പർട്ടിയാണ്, ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കും, എൻ്റെ ജീവകാലം മുഴുവൻ ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി നിൽക്കും എന്നുള്ളൊരു സമർപ്പണം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തുകൊണ്ട് നിൽക്കുക. എന്നിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങട്ടെ. ഹല്ലേലൂയ. സങ്കടക്കടലിനെ സന്തോഷക്കടലാക്കി മാറ്റാൻ സ്തോത്രം, ഒരുക്കമുള്ളവനായ യേശുവിൻ്റെ സാന്നിധ്യം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുള്ള അബ്രഹാം മോൻ മുതലുള്ള ഓരോരുത്തരെയും ഇന്ന് വിശേഷമായി സ്പർശിക്കുന്ന ഒരു ആത്മവ്യാപാരം ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ മുൻപിലുള്ള തടസ്സങ്ങളെ നോക്കണ്ട. സ്തോത്രം, വെല്ലുവിളികളെ നോക്കണ്ട. ഹല്ലേലൂയ. സ്തോത്രം. ഈ സഹോദരിമാര് അവരിതൊന്നും ഓർത്തില്ല. അവരാ കല്ലറയുടെ മുൻപിൽ വെച്ചിരിക്കുന്ന പടുകൂറ്റൻ 2000 ടൺ ഭാരമുള്ള കല്ല് ഉരുട്ടി അവിടെ വെച്ചിരിക്കുന്നത് നേരത്തെ കണ്ടതാണ്. പക്ഷേ യേശുവിനോടുള്ള സ്നേഹവും യേശുവിൻ്റെ വലിപ്പവും അവനിലുള്ള ശക്തിയും ആ ശക്തി സ്രോതസ്സും കണ്ടപ്പോൾ അവരതൊന്നും ഓർത്തില്ലെന്നേ. അതുപോലെ ദൈവ പൈതലേ, ഇന്ന് പകൽക്കാലം നിന്റെ മുൻപിലുള്ള പ്രതികൂലത്തിന്റെ വൻമതിലിന്റെ വലിപ്പവും പൊക്കവും നീ നോക്കണ്ട. ഹല്ലേലൂയ. നിന്റെ മേൽ പകരപ്പെടുന്ന ദൈവിക അഭിഷേകത്തിൽ ഹല്ലേലൂയ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവകൃപയുടെ വ്യാപാര ശക്തി ഇന്ന് പകല ഹല്ലേലൂയ നിന്റെ മുൻപിലുള്ള പ്രതികൂലത്തെ തച്ചുടയ്ക്കാൻ പര്യാപ്തമായതാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഗോലിയാത്തിന് മുൻപിൽ ഹല്ലേലൂയ ഇസ്രായേലിന്റെ സൈന്യം നിന്നില്ല. ഹല്ലേലൂയ. ലോകത്തിലെ പ്രഗൽഭമായ അന്നത്തെ ആർമിയായ ഇസ്രായേലിന്റെ മിടുമിടുക്കനായിട്ടുള്ള സൈന്യം നിന്നില്ല. എന്നാൽ ഒരു അഭിഷക്തൻ കല്ലും കവണിയുമായി വന്നപ്പോൾ ഹല്ലേലൂയ നിമിഷം നേരം കൊണ്ട് അവൻ ാണ് ഇന്നിവിടെ വ്യാപരിക്കുന്നത്. ദൈവജനം പ്രാർത്ഥിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ സങ്കട കടല് യേശുവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങളെ നിരാശപ്പെടുത്തുന്ന സങ്കടങ്ങൾ, നിരാശപ്പെടുത്തുന്ന നിങ്ങളുടെ വേദനകൾ, ഭാവിയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഉത്കണ്ഠകൾ, ജീവിതത്തെക്കുറിച്ചുള്ള ഭാരങ്ങൾ, തലമുറകളുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് ഭാരപ്പെടുന്ന അനുഭവങ്ങൾ, കുടുംബ ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ ഓർത്ത് ആശങ്കപ്പെട്ടിരിക്കുന്ന അനുഭവങ്ങൾ, ഈ പകൽ അതിന്മേൽ എല്ലാം പ്രവർത്തിക്കാൻ കഴിവുള്ള ദൈവത്തിന്റെ കൃപ ഈ ആലയത്തിൽ വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാട്ട്, ദൈവജനം പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. നമ്മെ സഹായിക്കുന്ന ദൈവകൃപയുടെ ശക്തി ഈ ആലയത്തിൽ വ്യാപരിച്ചു നിൽക്കുകയാണ്. അഡബൽ ശമനഹസ്യാല എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചാട്ടെ. ചില ജോലി മേഖലകൾ ദൈവത്തിൻ്റെ വാതിലുകൾ തുറന്നു തരുന്നു. ചില കമ്പനികൾ ചെറിയ ആരംഭമായിരിക്കും, പക്ഷേ ചില കമ്പനികളുടെ രൂപീകരണങ്ങൾ ദൈവാത്മാവെന്നെ കാണിക്കുന്നു. അർത്ഥൽ പ്രൗഢൽ ഘടകസ്യാല. ഈ പകൽ ധൈര്യപ്പെട്ടുകൊണ്ട് ദൈവജനം പ്രാർത്ഥിക്കട്ടെ. എല്ലാ ആശങ്കകളും മാറ്റി യേശുവിൻ്റെ മേലേക്ക് ഭാരങ്ങളെ ഇട്ടുകൊണ്ട് ആത്മമണ്ഡലത്തിൽ പ്രാർത്ഥിച്ചാട്ടെ. ഖമോന ദിബല ശമന. പിശാച് നിന്നോട് പറയും നീ പ്രാർത്ഥിക്കണ്ടെന്ന്. പിശാച് നിന്നോട് പറയും നിനക്കിപ്പോൾ വലിയ ആവശ്യമൊന്നുമില്ല, നീ പ്രാർത്ഥിക്കണ്ട എന്ന്. എന്നാൽ ആത്മാവ് പറയുന്നു, ദൈവ പൈതലേ, നിന്റെ സ്ഥിതിയെ മാറ്റാൻ, നിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്താൻ അവന് താല്പര്യമുണ്ട്. ദേശത്തിൻ്റെ നടുവില്, കുടുംബത്തിൻ്റെ നടുവില്, ചാർച്ചക്കാരുടെ നടുവില്, നിന്നെ നിന്ദിച്ചവരുടെ മുൻപില്, നിന്നെ അപമാനിച്ചവരുടെ മുൻപില്, നിന്നെ തള്ളിക്കളഞ്ഞവരുടെ മുൻപില്, നിന്നെ മാറ്റി നിർത്തിയവരുടെ മുൻപില് ഇന്ന് നിന്നെ മാനിക്കാൻ, നിന്നെ ഉയർത്തുവാൻ, നിന്നെ ശിരസ് ഉയർത്തുവാൻ അവന്റെ കൃപ ഇന്ന് അവൻ പകരുകയാണ്. ഹല്ലേലൂയ. ചോറിബാല ഖരാസ്യാല ഹൽഖരാ ദീവന ശംദൽ ഖമനഗസ്യ. ഹല്ലേലൂയ. ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ. 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 ഒരു വാക്കൂടെ പറയട്ടെ പ്രിയമുള്ളവരെ. പ്രാർത്ഥിക്കാഞ്ഞതുകൊണ്ട് ലഭിച്ചില്ല എന്നൊരവസ്ഥ ഇന്ന് വരരുത്. ഇതുവരെ ഈ സഭയിൽ ഞാൻ എടുത്തിട്ടില്ലാത്തൊരു പദമാണ് എൻ്റെ നാവിൽ ദൈവാത്മാവ് തരുന്നത്. അയ്യോ, ഞാൻ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയിരുന്നേനെ. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് ചില തീർപ്പുകളുടെ ഇവിടെ ഇറങ്ങി വന്നിരിക്കുന്ന ശക്തി, വെളിപ്പെട്ടിരിക്കുന്ന ശക്തി
വലിയ 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 മലകളെ നീക്കാൻ കഴിയുന്നതാണ്. ഹല്ലേലൂയ. അടച്ചു വച്ചിരിക്കുന്ന റോമൻ മുദ്ര കൊണ്ട് സീൽ ചെയ്ത് പട്ടാളക്കാരുടെ കാവലിൽ നിൽക്കുന്ന ആ പടുകൂറ്റൻ കല്ലിനെ ഉരുട്ടി മാറ്റി വഴി തുറന്ന ദൈവകൃപ. ഹല്ലേലൂയ. കാവൽക്കാരെ അന്ധമാക്കി നിർത്തിയ ദൈവകൃപ. നിനക്ക് വേണ്ടി ചില ബൈപ്പാസുകൾ ചെയ്യുവാൻ, ഓ സ്തോത്രം, ചില പ്രത്യേക വഴികൾ, പ്രത്യേക പ്രൊവിഷൻസ്, ഓ സ്പെഷ്യൽ പ്രൊവിഷന് ഒരുക്കുന്ന ദൈവപ്രവൃത്തിയാണ് ഇവിടെ ചലിക്കുന്നത്. ആ ദൈവകൃപയാണ് ഈ ആലയത്തിൽ നിന്ന് നിറഞ്ഞു നിൽക്കുന്നത്. പ്രാപിച്ചെടുക്കുക, പ്രാർത്ഥിച്ച് റിസീവ് ചെയ്യുക, പ്രാർത്ഥിച്ച് റിസീവ് ചെയ്യുക, പ്രാർത്ഥിച്ച് റിസീവ് ചെയ്യുക. പൈശാചിക മണ്ഡലങ്ങൾ ഉടയട്ടെ. ദൈവജനത്തിന്റെ വിടുതലിന് തടസ്സമായി നിൽക്കുന്ന പോരുകളെല്ലാം തകർന്നു മാറട്ടെ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ജയമെടുക്കുന്നു, യേശുവിൻ നാമത്തിൽ ജയമെടുക്കുന്നു, യേശുവിൻ നാമത്തിൽ ജയമെടുക്കുന്നു. പ്രാർത്ഥിക്കുന്ന ജനത്തിനു വേണ്ടി വഴികൾ തുറക്കപ്പെടട്ടെ. നാളുകളായി, ദിവസങ്ങളായി, മാസങ്ങളായി, വർഷങ്ങളായി ശത്രു ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിയോഗത്തോടെ കൽപ്പിക്കുന്നു. ആ ബന്ധനങ്ങൾ അഴിയട്ടെ, പോരുകൾ അഴിയട്ടെ. രോഗലക്ഷണങ്ങളായി ശരീരത്തിൽ കൊണ്ടിട്ട് പോരാടുന്ന പോരാട്ടത്തിന്റെ ആ വീര്യം യേശുവിന്റെ നാമത്തിൽ I diffuse the power. Glory, glory, glory. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. Pray and receive, pray and receive, pray and receive the answer. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് ദുഷ്ടമണ്ഡലങ്ങൾ ഉടഞ്ഞു മാറട്ടെ. യേശുവിൻ നാമത്തിൽ ദുഷ്ടമണ്ഡലങ്ങൾ ഉടയട്ടെ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഗ്ലോറി ബി ടു ഗോഡ്, ഗ്ലോറി ബി ടു ഗോഡ്. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മെ സഹായിച്ച ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. സ്നേഹനിധിയായ ദൈവമേ, നല്ല കർത്താവേ, നന്ദിയോടങ്ങേ സ്തുതിക്കുന്നു. നിങ്ങളുടെ മഹാകരുണയ്ക്കും സ്നേഹത്തിനും നന്ദി പറയുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ് ഫോർ യുവർ ഗ്രേറ്റ് വർക്ക് വിച്ച് യു ആർ ഡൂയിങ് ഇൻ അവർ മിഡ്സ്റ്റ്. ഞങ്ങളുടെ മധ്യത്തിൽ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ വലിയ പ്രവൃത്തികൾക്കായി സ്തോത്രം. ഓ, ചില മേഖലകളിലേക്ക് കടന്നു കയറി ദുഷ്ടന്റെ കോട്ടകളെ ഇടിക്കുന്നതിനായി സ്തോത്രം. ഓ സ്തോത്രം. കുടുംബങ്ങളോട് സർട്ടൻ ടൈമുകൾ ഇട്ടുകൊണ്ട് വാദിച്ചു നിൽക്കുന്ന പോരുകൾ ഈ പകൽ അഴിഞ്ഞു മാറുന്നതിനായി സ്തോത്രം. ആയുസ്സിന് പോലും പരിമിതികൾ ഇട്ട ബലഹീനപ്പെടുത്തുന്ന ദുർവ്യാധിയുടെ പോരുകൾ ഈ പകൽ യേശുവിൻ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. ദുഷ്ടന്റെ പദ്ധതികളെ അഴിച്ച യേശുവിൻ നാമത്തിൽ, ദുഷ്ടന്റെ പദ്ധതികളെ തകർത്ത യേശുവിൻ നാമത്തിൽ, സാത്താന്റെ കോട്ടകളെ തകർത്ത യേശുവിൻ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ജയമെടുക്കുന്നു. ഇന്ന് പകൽ കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിൽ ആവശ്യബോധത്തോടെ പ്രാർത്ഥിച്ച ദൈവവചനത്തിൻ്റെ മുൻപിൽ, അങ്ങ് കേൾപ്പിച്ച ദൈവിക ആലോചനയുടെ മുൻപിൽ വിധേയപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിച്ച, സങ്കടങ്ങൾ ദൈവസന്നിധിയിൽ അറിയിച്ച, കണ്ണുനീർ തൂകിയ
ഓരോ വിഷയങ്ങളുടെ മേലും കർത്താവിൻ്റെ അൻപുള്ള കരം ചലിക്കുന്നതിനായി സ്തോത്രം. വിടുതലുകളുടെ വഴികളെ തുറക്കുന്നതിനായി സ്തോത്രം. വഴികളില്ല എന്ന് പറഞ്ഞിരുന്നിടത്ത് തെളിഞ്ഞു വരുന്നതിനായി സ്തോത്രം. ചില പുതിയ വഴികൾ, ചില പുതിയ പ്രപ്പോസലുകൾ, ഖബാറശീന, ചില പുതിയ പ്ലാനുകൾ, ഖമർദനാസിയാല. യെസ്, ചില പുതിയ പ്രപ്പോസലുകൾ, ഖരത്തുല ദിവനവ ഷന്തല. ആത്മാവ് സ്പെസിഫിക്കായി ആ വേർഡ് എന്നെ കാണിക്കുന്നു. ഖബാർത്തുല ഷേനാദിയ. ചില പുതിയ റൂട്ടുകൾ, അറാസല ധിരാധുര സെഖോറ ബീഖാന അറത്തുൽ ഖമർതുന ഷേന ഖരാദന. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ എല്ലാ മക്കളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തിൽ അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കുകയാണ്. യെസ്, ഒരു വലിയ അനുഗ്രഹമായിരിക്കട്ടെ, ഒരു വലിയ ബ്ലെസ്സിങ് ആയിരിക്കട്ടെ. അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുന്നതിനായി നന്ദി. കൃത്യമായ ദിവസങ്ങൾക്കുള്ളിൽ ചില വിടുതലുകൾ നിന്റെ മക്കൾ കാണുവാൻ പോകുന്നതിനായി സ്തോത്രം, സ്തോത്രം. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. വിശ്വാസത്തോടെ, സന്തോഷത്തോടെ, ചിരിച്ചുകൊണ്ട്